ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബംഗാളിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ്. ബംഗാളി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ബംഗാളി നാടോടി കഥ. നമുക്ക് വൈകണ്ട, കഥയിലോട്ട് കിടക്കാം. പണ്ട് ബംഗാൾ ദേശത്ത് ഒരു നാട്ടുരാജാവിൻ്റെ കൊട്ടാരത്തിൽ വൃദ്ധയായ ഒരു തൂപ്പുകാരി ഉണ്ടായിരുന്നു. അവരെന്നും കൊട്ടാര പരിസരം വൃത്തിയായി അടിച്ചു വാരിയിരുന്നു. ഒരു ദിവസം വൃദ്ധയ്ക്ക് സുഖമില്ലാതായി. തൂപ്പുജോലിക്ക് പോയില്ലെങ്കിൽ കൊട്ടാരത്തിലെ പണി നഷ്ടപ്പെടുമെന്ന് പാവം സ്ത്രീ വിചാരിച്ചു. അവർ തൻ്റെ യുവാവായ മകനെ സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് തൂപ്പുജോലിക്കായി കൊട്ടാരത്തിലേക്ക് അയച്ചു. വൃദ്ധയുടെ വേഷത്തിൽ തൂപ്പുജോലികൾ ചെയ്തുകൊണ്ട് നിന്ന യുവാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. ജോലി ചെയ്ത് അയാൾ റാണിയുടെ അന്തഃപുരത്തിനടുത്തെത്തി. കുളിയും കഴിഞ്ഞ് പനങ്കുല പോലുള്ള മുടിയും കൊതി അതാ റാണി നിൽക്കുന്നു. തൻ്റെ അനുപമമായ ശരീര സൗന്ദര്യത്തിൽ വളരെയേറെ അഹങ്കാരമുള്ളവളായിരുന്നു മഹാറാണി. അതിസുന്ദരിയായ റാണിയെ അടുത്ത് കണ്ട് യുവാവ് പറഞ്ഞു, "എത്ര സുന്ദരിയാണ് ഈ സ്ത്രീ." അത് കേട്ട് റാണി തിരിഞ്ഞു നോക്കി. താൻ പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ യുവാവ് ചൂലും കളഞ്ഞ് വീട്ടിലേക്ക് പാഞ്ഞു. വീട്ടിലെത്തിയ അയാൾ പത്തായത്തിനുള്ളിൽ ഒളിച്ചു. വൃദ്ധ മകൻ്റെ ഭയത്തിൻ്റെ കാരണം ചോദിച്ചറിഞ്ഞു. അവർ കൂനിക്കൂടി കൊട്ടാരത്തിലേക്ക് ഓടി. തൻ്റെ മകൻ്റെ തെറ്റ് പൊറുക്കണമെന്നും സംഭവിച്ചതൊന്നും രാജാവിനോട് പറയരുതെന്നും അവർ റാണിയോട് കരഞ്ഞു പറഞ്ഞു. റാണിയുടെ മനസ്സലിഞ്ഞു. രാജാവ് കാര്യം അറിയും മുമ്പ് വല്ല കാട്ടിലും പോയി ജീവൻ രക്ഷിക്കാൻ യുവാവിനോട് പറയാൻ വൃദ്ധയെ റാണി ചുമതലപ്പെടുത്തി. യുവാവിന് അതനുസരിക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ വേറെ എന്താണ് പോംവഴി? യുവാവ് കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. അലഞ്ഞു തിരിഞ്ഞ് അയാൾ ഒരു ആശ്രമത്തിലെത്തി. അവിടെ ഈശ്വര ധ്യാനവും പഠനവും വഴി പതിറ്റാണ്ടുകൾ കൊണ്ട് അയാളൊരു ജ്ഞാനിയായി തീർന്നു. അയാളുടെ ദിവ്യശക്തിയുടെ കഥകൾ അയൽ രാജ്യങ്ങളിലെല്ലാം പ്രചരിച്ചു. ആ ദിവ്യൻ്റെ അനുഗ്രഹം തേടി കാട്ടിലേക്ക് ജനങ്ങൾ പ്രവഹിച്ചു. തൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തിയ യുവാവാണ് ദിവ്യ സന്യാസിയെന്ന് റാണിക്കറിയാമായിരുന്നു. രാജാവിൻ്റെയും മക്കളുടെയും നന്മയ്ക്ക് അനുഗ്രഹം വാങ്ങാൻ എന്ന പേരിൽ റാണി കാട്ടിലെത്തി. അവർ പറഞ്ഞു, "ഞാൻ പഴയ മഹാറാണിയാണ്. എൻ്റെ അഴകിനെയാണ് അന്ന് താങ്കൾ പുകഴ്ത്തിയത്. ഞാൻ പഴയ തൂപ്പുകാരനല്ല." ദിവ്യൻ വിനയപൂർവ്വം റാണി അറിയിച്ചു. "കാലം മായ്ച്ചു കളയുന്ന സൗന്ദര്യമേ മനുഷ്യ ശരീരത്തിനുള്ളൂ എന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭവതിയെ ഇന്നാരും പുകഴ്ത്തിയില്ല. ശരീര സൗന്ദര്യം മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ അറിവിൻ്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞാണ് പഴയ തൂപ്പുകാരനെ തേടി ഈ ജനങ്ങളൊക്കെയും ഇവിടെ എത്തുന്നത്. അന്നെൻ്റെ ജീവൻ രക്ഷിച്ചതിനും അറിവിൻ്റെ ലോകത്തെത്തുവാൻ സഹായിച്ചതിനും നന്ദി." ദിവ്യൻ റാണിയെ അനുഗ്രഹിച്ചു. ശരീര സൗന്ദര്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് കരുതിയിരുന്ന റാണി പുതിയ അറിവുമായാണ് മടങ്ങിപ്പോയത്. അറിവാണ് സൗന്ദര്യമെന്ന തിരിച്ചറിവ് തൻ്റെ മക്കളെ മഹാരഥന്മാരാക്കി വളർത്തിയെടുക്കാൻ റാണിയെ സഹായിച്ചു. ഇത്രയുമാണ് കഥ. അപ്പോൾ കഥ കഴിഞ്ഞു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, എന്താണ് ഇതൊരു ബംഗാളി നാടോടി കഥയാണ്. ബംഗാളി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയൊരു കഥ. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി കാണും. ഏറ്റവും നിഷ്കളങ്കർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കുട്ടികൾ. എനിക്കൊന്ന് വളരും തോറും നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെടും. പല കവികളുമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവും പറഞ്ഞത് കുട്ടികളെ കണക്കാവൂ എന്നാണ്. ഇവിടെ ഈ വൃദ്ധയുടെ മകനും സംഭവിക്കുന്നതാണ്. അയാളുടെ ഉള്ളിൽ അപ്പോൾ തോന്നുകയാണ്, അയ്യോ ഈ സ്ത്രീ എത്ര സുന്ദരിയാണ് എന്ന്.
അതൊരു നിഷ്കളങ്കമായ അഭിപ്രായ പ്രകടനമാണ്. അതിനകത്ത് കാപട്യമില്ല. കണ്ടതിനെ അഭിനന്ദിക്കുകയാണ്, അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ നോക്കി കാണുകയാണ്. അത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ പക്വത ആർജിക്കുന്നു എന്ന് പറയുന്നതിൽ ഒട്ടേറെ കാപട്യമുണ്ട്. അതിനകത്ത് ഒത്തിരി മറവും കാപട്യമൊക്കെ ഉണ്ട്, മറച്ചു വെക്കലും ഒക്കെ ഉണ്ട്. യഥാർത്ഥ അല്ലെങ്കിൽ തുറന്ന് നമ്മൾ പലതും പ്രകടിപ്പിക്കാതെയാകും. അതും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മഹാന്മാരൊക്കെ ചെയ്യുന്നത്, അവരെപ്പോഴും അവർക്ക് ഉടനെ ഒരു കാര്യം തോന്നിയാൽ ഉടനെ ഒന്നും അവർ പ്രകടിപ്പിക്കില്ല, അല്ലേ? അത് ഒളിച്ചു വെക്കുകയും മറച്ചു വെക്കുകയും വളരെ അത്യാവശ്യത്തിന് മാത്രം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും അത് ആരെന്നൊക്കെ കണ്ടിട്ടൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതൊക്കെയാണ് ഈ പക്വതയെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. അതാണോ പക്വതയെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഈ ദിവ്യന്മാരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലേ? പലപ്പോഴും അങ്ങനെ ഒരു ദിവ്യനുണ്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ആളുകൾ ആ ദിവ്യനെ തേടി എത്തുകയായി. ഇന്നും അങ്ങനെ തന്നെയാണ്, അല്ലേ? ചില വ്യക്തികൾ, ആൾ ദൈവങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ജ്ഞാനമുണ്ട്, അറിവുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയാൽ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും, അല്ലേ, ജനങ്ങൾ ഇങ്ങനെ ഇത്തരം ആൾക്കാരെ തേടി നടക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അവർ മനുഷ്യരാണ് എന്നുള്ള കാര്യം മറന്നു പോകാറുണ്ട്. അവർക്കും തെറ്റുപറ്റാം എന്നുള്ള കാര്യം മറന്നു പോകാറുണ്ട്. അവർക്ക് രോഗം വരാം, അവർക്ക് മരണം വരാം, അവരും സാധാരണ മനുഷ്യരാണ് എന്നൊക്കെ വിസ്മരിച്ചുകൊണ്ട് അവരിൽ വല്ലാതെ സ്വയം അർപ്പിക്കുന്നവരുണ്ട്. എല്ലാത്തിനും ഒരു ആശ്രയത്വം, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കലാകാലങ്ങളെ നമ്മളിപ്പം കണ്ടുവരുന്ന പല ആൾ ദൈവങ്ങൾക്കും അസുഖങ്ങൾ വരുന്നുണ്ട്, അല്ലേ? ആശുപത്രിവാസം വേണ്ടി വരുന്നുണ്ട്, മരണം അവരെ പുൽകുന്നുണ്ട്. മരണമൊന്നും അനിവാര്യമല്ല. അവർക്കും തെറ്റുകൾ പറ്റുന്നുണ്ട്, അല്ലേ? മനുഷ്യസാധ്യമായ തെറ്റുകൾ അവർക്ക് പറ്റുന്നുണ്ട്. അവരൊന്നും തെറ്റില്ലാത്ത മനുഷ്യരൊന്നുമല്ല. അവർക്കും ആർഭാടങ്ങളിലോടൊക്കെ ആകർഷണത്വം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഈ ആൾദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനഃപൂർവ്വം മറക്കുകയാണോ, അതോ വളരെ അതിൻ്റെ ഒരു ആകർഷണത്വം അത്രയും ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ യുക്തിപരമായി ചിന്തിക്കാതെ പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പലപ്പോഴും വല്ലാതെ ഭ്രാന്തമായ ആവേശത്തോടെയൊക്കെ അവരെ പിന്തുടരുന്നത്, ജനങ്ങൾ പിന്തുടരുന്നത് കാണാറുണ്ട്. ഇതിനകത്തും നമ്മളൊരു ദിവ്യനെ കാണുകയാണ്. പക്ഷെ ആ ദിവ്യൻ നമ്മളൊരു മഹത്തായ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? കാലം മായ്ച്ചു കളയുന്ന സൗന്ദര്യമേ മനുഷ്യ ശരീരത്തിന് ഉള്ളൂ. ശരിയാണ്, നമ്മൾ യുവാവായിരിക്കുമ്പോഴും അതൊന്നും ചിന്തിക്കാറില്ല. ഇവിടെയും ഈ ദിവ്യൻ പറയുകയാണ്, എനിക്കന്ന് അറിയില്ലായിരുന്നു സൗന്ദര്യത്തിന് അത്രയും ആയുസ്സൊക്കെ ഉള്ളൂ എന്ന്. എന്നാൽ അറിവിൻ്റെ സൗന്ദര്യം അങ്ങനെയല്ല, അതിന് ആയുസ്സുണ്ട്. അത് ഓരോ വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? വീഞ്ഞ് കാലപ്പഴക്കത്തിൽ നല്ല രുചിയുള്ളതായിത്തീരുന്നത് പോലെ, അല്ലേ? അങ്ങനെ അറിവിന് അങ്ങനെ മിനുക്കി, അല്ലേ? അത് നല്ല തിളങ്ങും, രത്നങ്ങൾ പോലെ തിളങ്ങും. അദ്ദേഹം റാണിയോട് നന്ദി പറയുകയാണ്. അന്ന് ഇങ്ങനെ ജീവൻ രക്ഷിച്ചതിനും ഇവിടെ വരെ എത്താൻ കാരണമായതിനും അറിവിൻ്റെ ലോകത്ത് പ്രവേശിക്കാൻ കാരണമായതിനും നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഈ അറിവിൻ്റെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെയൊക്കെ ഒരു പ്രകാശം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രായത്തിലൂടെയൊക്കെയാണ് കൈവരുന്നത്. അതുകൊണ്ടാണ് നല്ല ഭരണകർത്താക്കളൊക്കെ, അല്ലെങ്കിൽ പക്വതയുള്ള ഭരണകർത്താക്കളൊക്കെ പലപ്പോഴും പ്രായമുള്ളവരാകുന്നത്, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള നേതാക്കന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അല്ലേ? ഒട്ടേറെ കാലം അവരിങ്ങനെ പല റോളുകളുമൊക്കെ കളിച്ച് അവസാനം അവർ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകുമ്പോൾ അവരുടെ ആ പഴക്കവും തഴക്കവും ഒക്കെ അവർക്കേറെ പ്രയോജനം ചെയ്യാറുണ്ട്. അതും ഈ കഥയിലൂടെ വ്യക്തമാവുകയാണ്. വലിയ ജ്ഞാനിയാവാൻ അങ്ങനെ ഒരു സന്യാസിയാവണമെന്ന് ഒന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇടപെടുന്ന ഓരോ വ്യക്തിയിൽ നിന്നുമൊക്കെ നമ്മൾ ഓരോ അനുഭവങ്ങൾ നമ്മൾ നേടുന്നുണ്ട്. അത് കുടുംബത്തായിക്കോട്ടെ, അല്ലേ? കുടുംബസ്ഥനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവർക്കാർക്കും ഇല്ലാത്ത പല ഒട്ടനവധി അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരച്ഛനായിട്ടും ഭർത്താവായിട്ടും മകനായിട്ടും എല്ലാം, അല്ലേ? ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു സന്യാസിയാകണമെന്നൊന്നും നിർബന്ധമില്ല. എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ കാണുമായിരിക്കും.
അവർ അവരുടെ വഴിയിലൂടെ ആ അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. നിരന്തരമായ ധ്യാനത്തിലൂടെയും ചിന്തകളിലൂടെയും ഒക്കെ അവർക്കത് ഒട്ടനവധി സമയം ലഭിക്കുകയും ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വഴി ഒട്ടേറെ ജ്ഞാനം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഒരു വിവാഹ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അറിവ് കുറയണമെന്ന് അർത്ഥമില്ല. ചിലപ്പോൾ അനുഭവങ്ങളുടെ ഒരു തീച്ചുള എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്കായിരിക്കാം. നമ്മുടെ പുസ്തകങ്ങൾ തന്നെ നമുക്ക് എന്തുമാത്രം അറിവുകൾ, നമ്മുടെ ചുറ്റുമുള്ള പുസ്തകങ്ങൾ നമുക്ക് എന്തുമാത്രം അറിവുകൾ നൽകുന്നുണ്ട്. വായിക്കുമ്പോഴും അത് കാണുമ്പോഴും എന്ത് പറയുന്നു, അത് തൊടുമ്പോൾ തന്നെ അല്ലേ നമുക്ക് വല്ലാത്തൊരു അതിൻ്റെ മണം ഒക്കെ അടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ തോന്നാറില്ലേ? എത്രമാത്രം സംസ്കാരങ്ങളും എത്രമാത്രം ജീവിതാനുഭവങ്ങളും ജീവിത കാഴ്ചപ്പാടുകളും വ്യക്തികളുടെ അനുഭവങ്ങളും ഒക്കെയാണല്ലേ പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്നത്. ഇതെല്ലാം നമ്മളെ പരുവപ്പെടുത്തുന്നില്ലേ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ? നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തെ നോക്കിക്കാണാനുള്ള വീക്ഷണങ്ങൾ അത് രൂപപ്പെടുത്തുന്നില്ലേ? വ്യത്യസ്തമായ വീക്ഷണത്തിലൂടെ വ്യത്യസ്തമായ കോണുകളിലൂടെയൊക്കെ നമുക്ക് മറ്റുള്ളവരെയും ജീവിതത്തെയും വ്യക്തികളെയൊക്കെ കാണാൻ പുസ്തകങ്ങൾ ഏറെ സഹായിക്കുന്നില്ലേ? ആ പുസ്തകത്തിൽ നിന്നുള്ള ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നില്ലേ? അപ്പോൾ ജീവിതത്തിൽ അറിവ് പല വിധത്തിൽ നമ്മളിലോട്ട് എത്തിച്ചേരുന്നു. ഗുരുക്കന്മാരിൽ നിന്ന് എന്തു പറയുന്നു, വെറുതെ ഒന്ന് നടക്കുമ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രമൊക്കെ കാഴ്ചകൾ കാണുകയും എന്തുമാത്രം മനുഷ്യരെ കാണുകയും മനുഷ്യരുടെ വിവിധ ഭാവങ്ങൾ കണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ മനുഷ്യരും ഓരോ മുഖഭാവത്തോടു കൂടിയാണ് നടക്കുന്നത്. എന്താണ് അയാളുടെ മനസ്സിൽ നിന്നൊക്കെ ഓരോ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നു. അപ്പോൾ അറിവിൻ്റെ മാഹാത്മ്യം പറയാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നതും സൗന്ദര്യമല്ല, അറിവാണ് ഏറ്റവും വലിയ ധനമെന്നൊക്കെയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്ര നേരം എന്നെ കേട്ടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനമൊക്കെ ആയിട്ട്. അപ്പോൾ നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.